തിരുനാവായ ഗ്രാമപഞ്ചായത്തിനകത്ത് 10-ാം വാർഡിൽ വർഷങ്ങളോളമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടി നമ്മുടെ മെമ്പറുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. നമ്മുടെ വാർഡിൽ ഒരു അംഗനവാടി സ്വന്തമായി ബിൽഡിങ്ങോട് കൂടി സ്ഥാപിക്കുക എന്നുള്ളത്. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒരുപാട് കാലത്തെ ആഗ്രഹം. നമുക്കറിയാം, നമ്മുടെ ഈ മെമ്പർ വന്നതിൻ്റെ ശേഷം റോഡുകളും അതുപോലെ തന്നെ അംഗനവാടികളും മറ്റ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. മെമ്പറുടെ ഭാഗത്ത് നിന്ന് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ടാണ് അംഗനവാടി ഈ വർക്ക് പൂർത്തീകരിച്ചത്. ഇന്ന് അത് നാടിന് സമർപ്പിക്കാൻ പോവുകയാണ്. തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന 115-ാം നമ്പർ അംഗനവാടി കാലങ്ങളായിട്ട് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ വാർഡിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള ആരിസ് പറമ്പിൽ നിരന്തരമായി സ്വന്തമായ ഒരു അംഗനവാടി കെട്ടിടത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിൻ്റെ ഫലമായി ഭരണസമിതി സ്ഥലം ലഭ്യമാകുകയാണെങ്കിൽ കെട്ടിടത്തിനുള്ള കാര്യങ്ങളൊക്കെ ഭരണസമിതി ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരിസ് പറമ്പിലും അതുപോലത്തെ ഇവിടെ നാട്ടുകാരായിട്ടുള്ള DP മൊയ്തീനാജി തുടങ്ങിയിട്ടുള്ള ആളുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായി ഈ അംഗനവാടിക്ക് വേണ്ടി 5 സെൻറ്റ് സ്ഥലം ലഭ്യമാക്കുകയും ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഈ ഡിവിഷൻ മെമ്പറായിട്ടുള്ള ഫൈസൽ എടശ്ശേരി പ്രത്യേകം താല്പര്യമെടുത്ത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 15 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ 5 ലക്ഷം രൂപയും ഉപയോഗിച്ച് സംയുക്തമായിട്ടാണ് ഈ കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ഇന്ന് ഈ നാട്ടുകാർക്ക് ഈ കെട്ടിടം ഇവിടെ സമർപ്പിക്കാൻ പോവുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഇന്ന് വൈകിട്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ആ സന്തോഷത്തിൽ വ്യക്തിപരമായും ഭരണസമിതി അംഗം എന്ന നിലയിലും ഞാനും പങ്കുചേരുന്നു. വാടക കെട്ടിടത്തിൽ താമസിക്കാൻ വളരെയധികം ദുരിതവും കഷ്ടപ്പാടും അനുഭവിച്ചിട്ടാണ് കുട്ടികളെയും കൊണ്ട് അതിൽ കഴിഞ്ഞുകൂടിയുന്നത്. അപ്പോൾ പറഞ്ഞ് അറിയിക്കാനാവാത്ത അത്ര സന്തോഷമുണ്ട് ബിൽഡിങ് ആയപ്പോൾ. അത് ആരിസ് മെമ്പറോടുള്ള കടപ്പാടിനൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റിയതല്ല. കാരണം നമ്മുടെ നാടിൻ്റെ വാർഡിൽ തന്നെ ഒരു വളരെയധികം വലിയൊരു വികസനമാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. വാക്ക് പാലിച്ചു. മെമ്പർ ജയിക്കുന്നതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അംഗൻവാടിക്ക് സ്ഥലം വാങ്ങിക്കും, കെട്ടിടമുണ്ടാക്കി തരും എന്നൊക്കെ. ആ വാക്ക് പാലിച്ചു. അതിലും വളരെയധികം സന്തോഷമുണ്ട്. മത്സരിച്ച് ജയിച്ചതിന് ശേഷം നമ്മൾ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഭാഗത്തുനിന്ന് വന്ന ഒരുപാട് നാട്ടിലുള്ള ഒരുപാട് വികസനത്തിനെ പറ്റിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ലഭ്യമായത്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു സ്വന്തമായ കെട്ടിടത്തിലൊരു അംഗനവാടിൻ്റെ ഒരു നിർദ്ദേശം ഒരുപാട് ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നമ്മളെ മൊയ്തീനാജി അതേപോലെ സിറാജ് പറമ്പിൽ അവരൊക്കെ നേതൃത്വത്തിൽ നമ്മളത് സ്ഥലം വാങ്ങാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി സ്ഥലം വാങ്ങി. അതുപോലെ അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ നമ്മൾ ഫണ്ട് ലഭ്യമാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെൽഫെയർ കമ്മിറ്റി മറ്റുള്ള എല്ലാ നാട്ടുകാരുടെയും സഹകരണം കൊണ്ട് നമ്മളിതാ ഇന്ന് നല്ലൊരു ദിവസത്തിൽ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ നിമിഷത്തിൽ.